5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ യുവാക്കളും അതുപോലുള്ളതിൻ്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരുമൊക്കെ ചിലപ്പോഴെങ്കിലും നിരോധിത സംഘടനകളിലും ഭീകരവാദമുണ്ടെന്ന് പറയുന്ന സംഘടനകളിലും മത ഭീകര സംഘടനകളിലുമൊക്കെ പ്രവർത്തിക്കാറുണ്ട്. പലതും പല വിഷയങ്ങൾ കൊണ്ട് രാജ്യത്ത് നിരോധനവും മറ്റു കാര്യങ്ങളുമൊക്കെ വരാറുമുണ്ട്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്രാവശ്യത്തെ ഒരു കണക്കെടുപ്പ്, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു വാർത്ത വളരെ ഗൗരവമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലുമൊക്കെ കറങ്ങുന്നുണ്ട്. ജഡ്ജിയെ ഉൾപ്പെടെ നിരവധി ആളുകളെ 950ഓളം ആളുകളെ വകയിരുത്താൻ അല്ലെങ്കിൽ വരുതിയിലാക്കാൻ അല്ലെങ്കിൽ വധിക്കുവാനുള്ള കൊല്ലുവാനുള്ള ഒരു പദ്ധതിയുമായി ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നതാണ് വാർത്ത. സ്വാഭാവികമായി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണത്. PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ 950 ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. ആളുകളെ കൊല്ലുന്നതിന് ആ ഹിറ്റ് ലിസ്റ്റിൽ കൊച്ചിയിലെ NIA കോടതിയിൽ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA കോടതിയിൽ സമർപ്പിച്ച പേരിലാണ്, ലിസ്റ്റിലാണ്, റിപ്പോർട്ടിലാണ് ഇങ്ങനെ പറയുന്നത്. PFIയുടെ 200 പ്രവർത്തകർ 950 പേരെ വധിക്കുവാനുള്ള ലിസ്റ്റ് തയ്യാർ. അതിൽ ജഡ്ജിയുണ്ട്, മുൻ ജില്ലാ ജഡ്ജിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കളുണ്ട്. ശ്രീനിവാസൻ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, പാലക്കാട് ശ്രീനിവാസൻ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരാളെ പിടിച്ച് അവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ പിടിച്ചിരുന്നു. അപ്പോൾ ഇവരെല്ലാം വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ചെറുപ്പക്കാരോട് പറയുവാനുള്ളത്, അല്ലെങ്കിൽ ഈ ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, നിങ്ങൾ രാജ്യത്തിൻ്റെയും ദേശീയതയും രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. കാരണം സ്വാഭാവികമായിട്ട് വർഷങ്ങളോളം ജയിലിൽ കിടക്കുക, കേസ് പറയുക, കൊലപാതകമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക, അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ജനാധിപത്യത്തിൽ ആർക്കും ഭൂഷണമല്ല. അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പരസ്പരം കൊന്നും കൊലവിളിച്ചും ഒന്നും സൃഷ്ടിക്കാനുമാവില്ല. ജോസഫിൻ്റെ തൊടുപുഴയിൽ ജോസഫിൻ്റെ കൈവെട്ടിയതാവട്ടെ, മദനിക്കുണ്ടായ അപകടമാകട്ടെ, നമ്മളെല്ലാ കാര്യങ്ങളും ആലോചിക്കുക. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ടുകാരും അതുപോലെ തന്നെ SDPIക്കാരുമൊക്കെ ആരായാലും ഒരു തീവ്രവാദം ഒന്നിനും പരിഹാരമല്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീവ്രവാദങ്ങളിൽ ചെന്ന് പെട്ടതുകൊണ്ട് ഒരു രാജ്യത്തും ഒരു നന്മയും ഉണ്ടാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ് മഹാഭൂരിപക്ഷം. പിന്നെ ന്യൂനപക്ഷമായി മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വിവിധ ജാതി മത വിഭാഗങ്ങളുണ്ട്. ഇവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ നിങ്ങൾ ആലോചിക്കൂ, പാകിസ്ഥാനുമായി നമ്മൾ വേറെ പിരിഞ്ഞതിന് ശേഷം എന്തുമാത്രം ദുരന്തങ്ങളുമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായി അനുഭവിക്കുന്നത്. അവർക്ക് അവിടെ വെള്ളം പോലും കൃത്യമായി കിട്ടാത്ത രീതിയിലുള്ള വലിയ യുദ്ധതലങ്ങളിലേക്ക് പാകിസ്ഥാൻ വളരുകയാണ്. സൈനികരാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ ഒരു ജനാധിപത്യമില്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എത്ര മോദി എന്നൊക്കെ പറഞ്ഞാലും 5 ആണ്ട് കൂടുമ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ജനങ്ങൾ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവരാണ് വരുന്നത്. ആ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക്, ജനാധിപത്യ പ്രവർത്തന രീതിയിലേക്ക് എല്ലാവരും വരേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ 950 പേരുടെ ലിസ്റ്റ് ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്ക് ഭീതി വരുന്നു, ഭയം വരുന്നു. അങ്ങനെ ഉത്തരവിടുന്ന ജഡ്ജിയെയും അല്ലെങ്കിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൊലവിളിച്ച് പോകാൻ എത്ര കാലം ഒരു സംഘടനയ്ക്ക് കഴിയും? അല്ലെങ്കിൽ അത് കരണീയമാണോ എന്ന് ചിന്തിക്കുക. എന്തായാലും ഇങ്ങനൊരു വാർത്ത വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘടനാ നേതാക്കളും അതിൻ്റെ പ്രവർത്തകരുമൊക്കെ ഈ ഒരു രീതി മാറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഉണ്ടോ ഇല്ല എന്നുള്ളത് NIA കോടതി കൊടുത്തിരിക്കുന്നതാണ്, അത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഉണ്ടെങ്കിൽ അത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി കുറേ കൂടി സർഗാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് വരാൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഈ കാണുന്ന വാർത്ത നമുക്ക് അത്ര ശുഭകരമല്ല. 950 പേരെ വധിക്കാനുള്ള ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നാം കേൾക്കുന്നത്? അങ്ങനെ മറ്റൊരു ശബ്ദം പറയുന്നവരെ, നമുക്ക് കൊലപാതകവും കേസും അടിയിലൊക്കെ പെട്ടതിന് വിധി പറയുന്ന ജഡ്ജിമാരെ, അല്ലെങ്കിൽ അതിന് പറയുന്ന മാധ്യമപ്രവർത്തകരെ, എഴുതുന്നവരെ ഒക്കെ ആരാണ് നമുക്കെതിരെ പറയുന്നത്? അവരെല്ലാം കൊന്നുകളയാം അല്ലെങ്കിൽ വധിച്ചു കളയാമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായാലും അതൊരു തത്വശാസ്ത്രമായാലും ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. ഒരു സംഘടനയ്ക്കും അത് കൊണ്ടു നടക്കുന്നത് ശരിയല്ല. നമുക്ക് ജനാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും തീരുമാനിക്കാം. നക്സലൈറ്റുകൾ പോലും ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ വിപ്ലവമൊക്കെ പറഞ്ഞവരാണ്. പക്ഷെ ഇപ്പോൾ അവരെല്ലാം ജനാധിപത്യ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ വളരെ കുറച്ച് പേരൊഴിച്ച് എല്ലാവരും ജനാധിപത്യ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഭീകരമായ കാര്യങ്ങൾ മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും പറയുന്നതോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതോ ഭൂഷണമല്ല, അതിന് ശാശ്വതമായ നിലനിൽപ്പില്ല. തീർച്ചയായിട്ടും എല്ലാവരും ജനാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് വരിക.